ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, എക്സാം ഇവിടെ അടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഹിന്ദിയുടെ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എന്തൊക്കെ പഠിക്കണം, എത്ര മാർക്കിനാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ കവിതയുടെ ആശയം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേമിലേക്ക് പഠിക്കാനുള്ളത് മാതൃഭൂമി എന്ന കവിതയാണ് അല്ലേ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് മാതൃഭൂമി. ഫസ്റ്റ് ടേമിന് മാത്രമല്ല, പബ്ലിക് എക്സാമിന് വരെ ചോദിക്കുന്ന കവിതയുടെ ആശയമാണ് മാതൃഭൂമി എന്ന കവിത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 6 മാർക്ക് നമ്മുടെ കവിതയുടെ ആശയത്തിന് മാത്രം. കവിതയുടെ ആശയം എഴുതിയാൽ തന്നെ 6 മാർക്കാണ്. പിന്നെ അത് കൂടാതെ 1 വേർഡ് ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ കൂട്ടിയിട്ട് ഒരു 9-10 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് ഈ കവിതയിൽ നിന്ന് തന്നെ വരും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ആശയമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒരു കവിതയുടെ ആശയം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുവരെ നിങ്ങൾ എഴുതിയതുപോലെയല്ല. നമ്മൾ +2 ആണ്. അപ്പോൾ കുറച്ചുകൂടെ മാർക്ക്, നമുക്ക് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ അത് നന്നായി തന്നെ പഠിച്ചെഴുതണം, മിസ്റ്റേക്ക് വരാതെ നോക്കണം അല്ലേ. അപ്പോൾ നന്നായിട്ട് കവിതയുടെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് മുഴുവൻ എഴുതാം. ചിലപ്പോൾ നമുക്ക് 4 വരിയായിരിക്കും നൽകിയിട്ടുണ്ടാകുക. പക്ഷേ നമ്മൾ ഹൈസ്കൂളിലൊന്നും എഴുതിയ പോലെ ആ 4 വരിയെ മാത്രം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ആ കവിതയുടെ മൊത്തം ആശയം എന്താണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയ 1-2 കാര്യം പറയാം. ഒന്ന്, നിങ്ങൾ കവിതയുടെ പേര് നിങ്ങൾ മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതിയിരിക്കണം. കവിയെക്കുറിച്ച് കവി പരിചയം കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. എഴുതുന്ന ആൻസർ പല കുട്ടികളും കാണാം ഒരൊറ്റ പാരഗ്രാഫാക്കി എഴുതുന്നു. അപ്പോൾ അങ്ങനെ എഴുതാതെ അതൊരു പാരഗ്രാഫ് ആക്കിക്കൊണ്ട് എഴുതാം. 1, 2, 3 പാരഗ്രാഫ് ആക്കിയിട്ടെങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നമുക്ക് കവിതയുടെ ആശയം നോക്കാം. നോക്കൂ, ദ്വിവേദി യുഗ് കെ പ്രസിദ്ധ കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് കെ. ആരാണ് നമ്മുടെ കവിത എഴുതിയത്? മൈഥിലി ശരൺ ഗുപ്ത് ജിയുടെ കവിതയാണ്. പ്രസിദ്ധനായ ദ്വിവേദി യുഗിലെ പ്രസിദ്ധനായ കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത്. അദ്ദേഹത്തിൻ്റെ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ കവിത നമ്മൾ ചെറിയ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്വിവേദി യുഗ് കെ പ്രസിദ്ധ കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് കെ പ്രസിദ്ധ കവിതാവുമേ ഏക് ഹേ മാതൃഭൂമി. പ്രസിദ്ധ കവിതകളിൽ ഒന്നാണ് ഏത്? നമ്മുടെ മാതൃഭൂമി എന്ന കവിത. ഇസ്മേ कवि अपने जन्मभूमि का गुणगान करके उसके लिए अपनी जान भी देने का आह्वान करते हैं. അപ്പോൾ ആദ്യം നമ്മൾ കവിത ആരാണ് എഴുതിയത് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഈ കവിതയിൽ അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ അവിടെ സൂചിപ്പിക്കണം. അപ്പോൾ മാതൃഭൂമി എന്ന കവിത നമ്മുടെ ജന്മഭൂമിയായ ഭാരതത്തിൻ്റെ ഗുണഗാനങ്ങൾ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു കവിതയാണ്. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കവിയെക്കുറിച്ച് പരിചയപ്പെടുത്തി, എന്താണ് കവിത എന്ന് നമ്മൾ അവിടെ സൂചിപ്പിച്ചു. ഇനി നമ്മൾ കവിതയെക്കുറിച്ച് പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫിലാണ്. ഇസ് കവിത മേ കവി കഹത്തെ ഹേ മാതൃഭൂമി കെ ഹരിയാലി കെ ലിയേ നീലാകാശ് ഏക് സുന്ദർ വസ്ത്ര കി തരഹ് ശോഭിത് ഹേ. അപ്പോൾ ഇവിടെ മാതൃഭൂമിയെക്കുറിച്ച് കവി വർണ്ണിക്കുമ്പോൾ മാതൃഭൂമിയുടെ ആ ഭൂഘടനയെക്കുറിച്ചും പിന്നെ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചും അതിൽ കവി മാത്രമല്ല നമ്മളും അതിലെങ്ങനെയൊക്കെ ജീവിച്ചു വന്നവരാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കവിതയിൽ നമ്മളോട് കവി പറയുന്നത് എന്താണ്? മാതൃഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഭാരതം എങ്ങനെയാണ് പച്ചപ്പാർന്ന സൗന്ദര്യം കൊണ്ട് പച്ചപ്പാർന്ന് നിൽക്കുന്നതാണ്. ഹരിതമാകുന്ന മാതൃഭൂമിയെ ആരും ഇഷ്ടപ്പെടുന്നതാണ്. ആ ഹരിത തടത്തിൽ നീലാകാശം എന്താണ്? നീലാകാശം ഏക് സുന്ദർ വസ്ത്ര കീ തരഹ് ശോഭിത് ഹേ. ഒരു നല്ല ഒരു വസ്ത്രത്തെ പോലെ. വസ്ത്രം നല്ല നല്ല ഭംഗിയാർന്ന വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടാത്തവരില്ല. അങ്ങനെയുള്ള നമ്മുടെ ഈ മാതൃഭൂമിക്ക് നീലാകാശം എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണ്. എന്ന് വെച്ചാൽ ഒരു അലങ്കാരമാണ്. വസ്ത്രത്തെ നമ്മൾ ഒരു പരിധി മെയിൻ ഉപയോഗം നമ്മുടെ ശരീരം മറയ്ക്കുക. പക്ഷെ നമ്മൾ അതിൽ ഒരു അലങ്കാരം കൊണ്ടുവരാറില്ലേ? നല്ല കളറ് നോക്കുന്നു, നല്ല ഭംഗിയുള്ളതാണോ നോക്കുന്നു, നമുക്ക് ചേരുമോ നോക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാതൃഭൂമിക്ക് ചേരുന്ന നല്ലൊരു ശോഭിതമായ വസ്ത്രമാണ് നീലാകാശം. സൂരജ് ഓർ ചാന്ദ്. ഇനി സൂരജ് ഓർ ചാന്ദ്. സൂരജ് ആരാണ്? സൂര്യൻ. സൂര്യനും
ചന്ദ്രനും ഇസ്കി മുകുട് ഹേ, ഇനി നമ്മുടെ ഭാരതാമ്മയുടെ മുകുട് കിരീടമാണ് ആര്? സൂര്യനും ചന്ദ്രനും ഭാരതത്തിന്റെ മാതൃഭൂമിയുടെ കിരീടമാണ്. മുകുട് എന്ന വാക്കിന്റെ അർത്ഥം മറക്കരുത്, കിരീടം. സാഗർ ഇസ്കി കർദനി ഹേ, കർദനി എന്ന് പറഞ്ഞാൽ അരപ്പട്ട എന്നൊക്കെയാണ് അർത്ഥം. അരപ്പട്ട എന്ന വാക്ക് കേട്ടിട്ടില്ലേ? ഉണ്ട് അല്ലെ, വീതിയുള്ള അരയിൽ കെട്ടുന്ന ഒരു ആഭരണമാണ്. അങ്ങനെയുള്ള മാതൃഭൂമിയുടെ കർദനി അരപ്പട്ടയാണ് ആര്? സമുദ്രം എന്നാണ് പറയുന്നത്. യഹാം ബഹനെ വാലി നദിയാം പ്രേമ കാ പ്രവാഹ് ഹെ, ബഹനെ വാലി നദിയാം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന നദികളൊക്കെ പ്രേമപ്രവാഹമാണ് എന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ സ്നേഹമാണ് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലൂടെയും ഇങ്ങനെ ഒഴുകി പോകുന്നത് അല്ലെ. ഒരു അമ്മയുടെ സ്നേഹം പകർന്നു നൽകുന്ന പോലെ അവിടെയുള്ള എല്ലാ ജനതയ്ക്കും മാതൃഭൂമി തൻ്റെ സ്നേഹം അല്ലെ പ്രേമപ്രവാഹമായി നദികളെ കൊണ്ട് ചെന്നെത്തിക്കുന്നു. താരേ ഓർ ഫൂൽ ഇസ്കെ ആഭൂഷൺ ഹേ, ഇനിയോ താരേ ഓർ ഫൂൽ, താരേ എന്ന് പറഞ്ഞാൽ ആരാണ്? നക്ഷത്രമാണ്. നക്ഷത്രവും പൂക്കളും. ആഭൂഷൺ ഹേ, ആഭൂഷൺ, ആഭൂഷൺ എന്ന് പറഞ്ഞാൽ ആഭരണം. എന്താണ്? ആഭരണമാണ്. ഇനി പക്ഷിയോം സ്തുതി പാഠക് ഹേ, മാതൃഭൂമിയുടെ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളൊക്കെ സ്തുതി പാഠകരാണ്. എന്ന് വെച്ചാൽ മാതൃഭൂമിയെ കുറിച്ച് ഗുണഗാനങ്ങൾ ഇങ്ങനെ പാടുകയാണ്, പുകഴ്ത്തി പാടുക എന്നൊക്കെ പറയില്ല, അതാണ് സ്തുതി പാഠക്. ആദിശേഷ് കാ സഹസ്രഫാണ് സിംഹാസൻ ഹേ, ഇനിയോ ആദിശേഷ് എന്ന സർപ്പത്തിൻ്റെ ഫണ എന്താണ്? അത് മാതൃഭൂമിയുടെ സിംഹാസനമാണ്. ബാദലോ പാനി ബർസാക്കർ ഇസ്കാ അഭിഷേക് കർത്തേ ഹേ, ഇനി നമ്മുടെ ഭൂമിയിൽ പെയ്യുന്ന ഈ മഴ എന്താണ്? നമ്മുടെ മാതൃഭൂമിയെ അഭിഷേകം ചെയ്യുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്യുകയാണ് വെള്ളം കൊണ്ട്. കബി അപ്നി മാതൃഭൂമി കെ ഇസ് സുന്ദർ രൂപ് പർ ക്യാ ആത്മസമർപ്പൺ കർത്തേ ഹേ, അല്ലേ? എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ മാതൃഭൂമിയിൽ നമ്മൾ എപ്പോഴെങ്കിലും എന്താക്കിയിട്ടുണ്ട്? ആത്മസമർപ്പൺ കർത്തേഹേ. ഇവിടെ കവി പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വേ കഹത്തെ ഹേ വാസ്തവ് മേ തോ മാതൃഭൂമി സഗുണ സാകാർ മൂർത്തി ഹേ, അല്ലേ? ശരിക്കും നമ്മൾ ആരാധിക്കേണ്ട ഒരു ആരാധനാ പാത്രമാണ് എന്ത്? നമ്മുടെ മാതൃഭൂമി. कवि कहते हैं कि इसके धूलि में ലോട്ട് കർ ബഡേ ഹുവേ ഹേ, നമ്മളൊക്കെ ഈ മാതൃഭൂമിയുടെ ധൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടിയാണ് അല്ലേ? പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് മണ്ണിൽ ലോട്ട് കർ ബഡേ ഹുവേ ഹേ, ഉരുണ്ടാണ് നമ്മൾ കളിച്ച് വളർന്നിട്ടുള്ളത് അല്ലേ? ഈ മണ്ണിലാണ് നമ്മൾ നടക്കുന്ന ഒരു കുട്ടിയും ഇനി നടക്കാത്ത മുട്ടിലിഴയുന്ന ഒരു കുട്ടിയെ താഴെ വെച്ചാലും ആ കുട്ടിയും ആ മണ്ണിലൂടെ അല്ലേ ഇങ്ങനെ മുട്ടിട്ട് നിരങ്ങുന്നു. ഇസി ഭൂമി പർ ഗുട്ടനോ കെ ബൽ പർ സരക് സരക് കർ ഹി ഹേ പേരോം പർ കടാ രഹനാ സീക്ക, ഇതേ ഭൂമിയിൽ തന്നെയാണ് അല്ലേ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ട് പിന്നീട് തൻ്റെ കാലിൽ നിവർന്നു നിൽക്കുവാനും പഠിച്ചത്. യഹാം രഖ് കർ ഹി ബച്പൻ മേ उसने श्री राम कृष्ण परहंस की तरह सभी आनंद पाया. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. അപ്പോൾ അതുപോലെയുള്ള ആ ആനന്ദം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചു. ഇസ്കേ കാരൻ ഹി ഉസേ ധൂലി ബരെ ഹീരെ കഹലായേ, അതുകൊണ്ട് തന്നെ എന്തു പറയുന്നു? ധൂലി ബരെ ഹീരെ, പൊടി പിടിച്ച രത്നമെന്ന്. ഇസ് ജന്മഭൂമി കെ ഗോദി മേ ഖേൽകൂദ് കർക്കെ ഹർഷ കാ അനുഭവ് കിയാ ഹെ, ഈ ജന്മഭൂമിയിൽ ഖേൽകൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിച്ചുകൊണ്ട്. ഹർഷ കാ അനുഭവ് കിയാ ഹെ, ഹർഷ എന്ന് പറഞ്ഞാൽ സന്തോഷം, അത്രയും സന്തോഷിച്ചിട്ടുണ്ട് ഈ മാതൃഭൂമിയിൽ. ഏസി മാതൃഭൂമി കോ ദേഖ് കർ ഹം ആനന്ദ് സെ മഗ്ന ഹോ ജാത്തെ ഹേ, ഇങ്ങനെയുള്ള മാതൃഭൂമിയെ കാണുമ്പോൾ കവിക്ക് എന്താണ് തോന്നുന്നത്? ആനന്ദത്തിൽ മുഴുകുന്നു. മഗ്ന ഹോന എന്ന് പറഞ്ഞാൽ മുഴുകുക, ആനന്ദത്തിൽ മുഴുകുന്നു. കവി കഹത്തെ ഹേ ജോ സുഖ ശാന്തി ഹംനെ ഭോഗാ ഹെ, കവി ഇവിടെ പറയാണ് ഏതൊരു സുഖവും സന്തോഷവും ശാന്തിയും ഒക്കെയാണോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, നമ്മൾ നമ്മുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത്.
വേ സബ് തുമാരി ദേൻ ഹേ. മാതൃഭൂമിയോട് പറയാണ് അതൊക്കെ നിന്റെ അനുഗ്രഹമാണ്, അതൊക്കെ നീ നൽകിയതാണ്. തുജ്സേ കിയേ ഗയേ ഉപകാരോ കാ, തുജ്സേ കിയേ ഗയേ അല്ലെ നിന്നിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉപകാരോ കാ ബദലാ ദേന ആസാൻ നഹി ഹേ അല്ലെ. മാതൃഭൂമി നമുക്ക് നൽകിയിട്ടുള്ള, ഇപ്പം നമുക്ക് പ്രകൃതി നൽകുന്ന, നമുക്ക് നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതിനൊക്കെ നമുക്ക് പ്രത്യുപകാരം ചെയ്യാൻ നിന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രകൃതി നൽകുന്ന ജലം, വായു, ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് പ്രത്യുപകാരം ചെയ്യുന്നത്? അപ്പോൾ അതാണ് ഇവിടെ കവി പറയുന്നത്. അതൊന്നും എന്തല്ല, ആസാൻ നഹി ഹേ, എളുപ്പമല്ല. യഹ് ദേഹ് തേരാ ഹേ. എന്നിട്ട് കവി പറയുന്നു യഹ് ദേഹ്, ദേഹ് എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തെയാണ്. ഈ ശരീരം അത് നിന്റേതാണ്. തേരേ ഹി ജീവ് കണുസേ സനീ ഹുയി ഹേ അല്ലെ, നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജീവൻ ഇത്രയും ജീവിച്ചു വന്നത്. തേരി ഹി ജീവ് കണുസേ സനീ ഹുയി ഹേ, മാതൃഭൂമിയുടെ ജീവകണത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അന്ത് മേ മൃത്യു ഹോനെ പർ യഹ് നിർജീവ് ശരീർ തു ഹി അപ്നായേഗ. ഇനി മൃത്യു, മരണം വന്നെത്തുന്നതോടുകൂടി ഈ ശരീരം ഇനി അതും നിന്നിൽ തന്നെയാണ് അലിഞ്ഞു ചേരുന്നത്. മാതൃഭൂമി अंत में हम सब तेरी ही मिट्टी में വിലീൻ ഹോ ജായേഗ. ഞങ്ങളെല്ലാവരും അവസാനം നിന്റെ മണ്ണിൽ തന്നെയാണ് ലയിച്ചു ചേരാനുള്ളത്. വിലീൻ ഹോ ജായേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയിച്ചു ചേരുക. നിന്നിൽ തന്നെ ലയിച്ചു ചേരാനുള്ളവരാണ് ഞങ്ങൾ എന്നാണ് ഇവിടെ മാതൃഭൂമിയോട് ആര് പറയുന്നത്? ഒരു പക്ഷേ ഈ വരികൾ തന്നിട്ട് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. മൈഥിലി ശരൺ ഗുപ്താണ് നമ്മുടെ കവി എന്ന കാര്യം മറക്കരുത്. सरल शब्दों में कवि मातृभूमि के लिए अपनी जान अर्पित करने की प्रेरणा दे रहे हैं. അപ്പോൾ ഈ കവിതയിലൂടെ കവി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആദ്യത്തെ സ്റ്റാൻസിൽ നമുക്ക് കാണാം മാതൃഭൂമിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമി എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പിന്നീട് പറയുന്നത് നമ്മൾ ഇനിയും മാതൃഭൂമിയിലേക്ക് തന്നെ മടങ്ങി ചെല്ലേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഈ മാതൃഭൂമിയെ രക്ഷിക്കാൻ, ജീവൻ വെടിയാനും നമ്മളൊക്കെ തയ്യാറാകണം. അതിനും നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് എന്നൊരു സന്ദേശം കൂടി ഈ കവിതയിലൂടെ കവി നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഈ കവിതയുടെ ആശയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പഠിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം 2-ാം തീയതി 3-ാം തീയതി ഒക്കെ നമുക്ക് എന്തുണ്ട്? ഹിന്ദിയുടെ ലൈവ് ക്ലാസ്സുകളുണ്ട്. ലൈവിൽ കൃത്യസമയത്ത് എല്ലാവരും ജോയിൻ ചെയ്യുക.